ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽ പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിൽ വെച്ച് അമേരിക്കൻ നാവികസേനയെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇറാനിയൻ കപ്പലുകൾ നടത്തിയ മുന്നേറ്റം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സമുദ്ര സുരക്ഷയുടെ പേരിൽ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന US നേവിയുടെ അത്യാധുനിക യുദ്ധക്കപ്പലുകളെയും നിരീക്ഷണ സംവിധാനങ്ങളെയും വെട്ടിച്ച് ഇറാനിയൻ കപ്പലുകൾ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചത് അമേരിക്കൻ ഭരണകൂടത്തിന് വലിയ നാണക്കേടായി മാറിയിരിക്കുന്നു. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ സിംഹഭാഗവും കടന്നു പോകുന്ന ഈ പാതയിൽ തങ്ങൾക്കാണ് അതീശത്വമെന്ന് ഇറാൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ അമേരിക്കൻ വിദേശ നയം കൂടുതൽ ആക്രമണോത്സുകമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു സംഭവം അരങ്ങേറുന്നത്. ഇറാനെ സാമ്പത്തികമായും സൈനികമായും സമ്മർദ്ദത്തിലാക്കാൻ വാഷിംഗ്ടൺ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഈ പരാജയം തിരിച്ചടിയായി. അത്യാധുനിക സാങ്കേതിക വിദ്യ കൈവശമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേനയെ വെറും വേഗമേറിയ ബോട്ടുകളും തദ്ദേശീയമായ തന്ത്രങ്ങളും ഉപയോഗിച്ച് ഇറാൻ പ്രതിരോധിച്ചത് സൈനിക നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ ഈ റേസ് കേവലം രണ്ട് കപ്പലുകൾ തമ്മിലുള്ള മത്സരമല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ കരുത്ത് ആരുടേതാണ് എന്നതിന്റെ പരസ്യമായ പ്രഖ്യാപനമാണ്. അമേരിക്കൻ കപ്പലുകളുടെ പിന്തുടരൽ പരാജയപ്പെട്ടത് തന്ത്രപരമായ പാളിച്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാനിയൻ കപ്പലുകളുടെ വേഗതയും കടലിടുക്കിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും മനസ്സിലാക്കുന്നതിൽ അമേരിക്കൻ കമാൻഡർമാർക്കുണ്ടായ പിഴവ് പെന്റഗണിലും വലിയ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഈ വിഷയത്തെ തങ്ങളുടെ പ്രതിരോധ വീര്യത്തിന്റെ അടയാളമായാണ് ഉയർത്തിക്കാട്ടുന്നത്. കടലിടുക്കിന്റെ ആഴവും വീതിയും കുറഞ്ഞ ഭാഗങ്ങളിലൂടെ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് വേഗത്തിൽ നീങ്ങാൻ കഴിയില്ലെന്ന പോരായ്മ ഇറാൻ സമർത്ഥമായി ഉപയോഗിച്ചു. ഇറാനിയൻ നാവികർക്ക് ഈ മേഖലയിലുള്ള കൃത്യമായ അറിവും ചെറിയ ബോട്ടുകളെ വലിയ കപ്പലുകൾക്ക് വെല്ലുവിളിയാക്കി മാറ്റാനുള്ള കഴിവും ഈ മുന്നേറ്റത്തിന് പിന്നിലുണ്ട്. ഈ പരാജയം വൈറ്റ് ഹൌസിന് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. ഇറാനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് സ്വന്തം നാവികസേനയ്ക്ക് ഒരു കപ്പലിനെ തടയാൻ കഴിഞ്ഞില്ലെന്ന വാർത്ത ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ വിമർശനങ്ങൾക്കും ഇടയാക്കും. പ്രതിരോധ ബജറ്റിൽ കോടിക്കണക്കിന് ഡോളർ ചിലവാക്കിയിട്ടും ഇത്തരമൊരു പരാജയം നേരിട്ടത് അമേരിക്കൻ സൈനിക ശേഷിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ഈ സംഭവം ചെറിയ ചലനങ്ങളല്ല ഉണ്ടാക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഈ അസ്ഥിരത എണ്ണവിലയിൽ വർധനവിന് കാരണമായേക്കാം. കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ലെന്ന തോന്നൽ ആഗോള വ്യാപാര സമൂഹത്തിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിക്കുന്നതും ചരക്ക് നീക്കം മന്ദഗതിയിലാക്കുന്നതും ഇതിന്റെ നേരിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ്. ഇറാന്റെ ഭാഗത്തു നിന്ന് നോക്കിയാൽ ഇതൊരു വലിയ നയതന്ത്ര വിജയം കൂടിയാണ്. തങ്ങളെ ഉപരോധം കൊണ്ട് തളർത്താൻ കഴിയില്ലെന്നും സ്വന്തം തീരങ്ങളിൽ തങ്ങൾ സുരക്ഷിതരാണെന്നും ഇറാൻ ലോകത്തെ ബോധ്യപ്പെടുത്തി. റഷ്യയും ചൈനയും ഉൾപ്പെടുന്ന പുതിയ ആഗോള സഖ്യങ്ങൾ രൂപപ്പെടുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ഈ കരുത്തു പ്രദർശനം അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ പ്രാദേശിക ശക്തികളായ സൗദി അറേബ്യയും UAEയും ഈ നീക്കങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. അമേരിക്കയുടെ സംരക്ഷണം എത്രത്തോളം ഫലപ്രദമാണെന്ന കാര്യത്തിൽ ഇവർക്കും സംശയങ്ങൾ ഉയരാൻ ഈ സംഭവം കാരണമാകും. സ്വന്തം സുരക്ഷയ്ക്കായി അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം പ്രാദേശികമായ സമാധാന ചർച്ചകൾക്ക് ഈ രാജ്യങ്ങൾക്ക് മുൻഗണന നൽകിയേക്കാം. അമേരിക്കൻ നാവികസേനയുടെ പരാജയത്തിന് പിന്നിൽ സൈബർ തടസ്സപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നുവെന്നും സംശയമുണ്ട്. കപ്പലുകളുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ GPS സംവിധാനങ്ങൾ അട്ടിമറിക്കാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന അന്വേഷണത്തിലാണ് അമേരിക്കൻ ഏജൻസികൾ. വിവര സാങ്കേതിക വിദ്യ യുദ്ധക്കളത്തിൽ എത്രത്തോളം നിർണായകമാണെന്ന് ഇത് കാണിക്കുന്നു. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ കൈകളിലാണെന്ന സൂചനകൾ ലോകത്തിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. അമേരിക്കൻ ഉപരോധങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങളുടെ എണ്ണ വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ ഇറാന് കഴിയുന്നുണ്ട്. ഇത് തടയാനുള്ള അമേരിക്കൻ ശ്രമങ്ങൾ പരാജയപ്പെടുമ്പോൾ അത് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ സ്വാധീനം കുറയുന്നതിന്റെ ലക്ഷണമായി വ്യാഖ്യാനിക്കപ്പെടും. വാർത്താ മാധ്യമങ്ങൾ ഈ സംഭവത്തെ അമേരിക്കൻ നാണക്കേട് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അത് കേവലം ഒരു തലക്കെട്ടല്ല. ലോകത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയത്തിന് ഒരു പ്രാദേശിക ശക്തിക്ക് മുൻപിൽ വഴങ്ങേണ്ടി വന്നു എന്നതിന് ഭൗമരാഷ്ട്രീയത്തിലെ വലിയൊരു മാറ്റമാണ്. ആധിപത്യത്തിന്റെ കാലം അവസാനിക്കുന്നു എന്നതിന്റെ സൂചനയാണിതെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നുണ്ട്. ഇറാനിയൻ സൈന്യം തങ്ങളുടെ ഡ്രോൺ സാങ്കേതിക വിദ്യയും ഈ ഓപ്പറേഷനിൽ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അമേരിക്കൻ പ്രതിരോധ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എവിടെയാണ് പിഴവ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നാവികസേനയുടെ പ്രവർത്തന രീതിയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ചെറിയ വെല്ലുവിളികളെ പോലും നേരിടാൻ വലിയ കപ്പലുകൾക്ക് കഴിയാത്ത സാഹചര്യം മാറേണ്ടതുണ്ട്.
ഹോർമുസ് യുദ്ധം എന്നത് ഭാവിയിൽ കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. ഇറാന് തങ്ങളുടെ ആധിപത്യം വർദ്ധിപ്പിക്കുമ്പോൾ അമേരിക്ക അത് തടയാൻ കൂടുതൽ സൈനിക സന്നാഹങ്ങൾ എത്തിച്ചേക്കാം. ഇത് ഈ മേഖലയെ ഒരു വലിയ സ്ഫോടനത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. സമാധാന ചർച്ചകൾക്ക് പ്രസക്തി നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഈ വിജയം ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിനും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഭരണകൂടത്തിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനും ദേശവികാരം ഉണർത്താനും ഈ സംഭവം അവർ ഉപയോഗിക്കും. തങ്ങളുടെ സൈന്യത്തിന്റെ കരുത്ത് പ്രദർശിപ്പിക്കുന്നതിലൂടെ ജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനാണ് ഭരണകൂടത്തിന് കഴിവ്. നയതന്ത്ര രംഗത്ത് ഈ സംഭവം ചർച്ചാ വിഷയമാകുമ്പോൾ ചൈനയുടെ പങ്കും വലുതാണ്. ഇറാന്റെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവ് എന്ന നിലയിൽ ഇറാനിയൻ കപ്പലുകളുടെ സുരക്ഷ ചൈനയ്ക്കും പ്രധാനമാണ്. അമേരിക്കൻ ഉപരോധങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ചൈന ഇറാനുമായി നടത്തുന്ന വ്യാപാരം പശ്ചിമേഷ്യൻ സമവാക്യങ്ങളെ മാറ്റിയെഴുതുന്നുണ്ട്. അമേരിക്കൻ നാവികസേനയിലെ ഉദ്യോഗസ്ഥരുടെ മനോവീര്യത്തെയും ഈ സംഭവം ബാധിക്കും. ലോകത്തിലെ ഒന്നാമത്തെ സേന എന്ന പേരിന് കളങ്കം ചാർത്തിയ ഈ പരാജയം സൈനികർക്കിടയിൽ അസ്വസ്ഥതയുണ്ടാക്കിയേക്കാം. ഹോർമുസ് കടലിടുക്കിലെ ഈ സംഭവം സൈനിക പാഠപുസ്തകങ്ങളിൽ വലിയൊരു അധ്യായമായി മാറും. എങ്ങനെയാണ് ഒരു ചെറിയ സൈന്യം വലിയ സൈന്യത്തെ തോൽപ്പിച്ചത് എന്നത് ഭാവിയിൽ യുദ്ധതന്ത്രങ്ങൾ പഠിക്കുന്നവർക്ക് വലിയൊരു പാഠമായിരിക്കും. ലോകം ഉറ്റുനോക്കുന്നത് അമേരിക്കയുടെ അടുത്ത നീക്കത്തിലേക്കാണ്. നാണക്കേട് മറികടക്കാൻ അവർ പുതിയ സൈനിക പരീക്ഷണങ്ങൾ നടത്തുമോ അതോ നയതന്ത്രപരമായി ഇതിനെ നേരിടുമോ എന്നത് കണ്ടറിയണം. ഏതായാലും പശ്ചിമേഷ്യയിലെ യുദ്ധഭൂമി കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ്. ഇറാനിയൻ കപ്പലുകളുടെ ഈ മുന്നേറ്റം ഇസ്രയേലിനും വലിയ ആശങ്ക നൽകുന്നുണ്ട്. തങ്ങളുടെ ശത്രുവായി ഇറാന് ഇത്രത്തോളം കരുത്താർജിക്കുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ഇസ്രയേൽ വിശ്വസിക്കുന്നു. സമുദ്ര സുരക്ഷയുടെ ആധുനിക സങ്കല്പങ്ങൾ ഈ സംഭവം ചോദ്യം ചെയ്യുന്നുണ്ട്. അതിർത്തികൾ സംരക്ഷിക്കാൻ വലിയ യുദ്ധക്കപ്പലുകൾ മാത്രം പോരാ എന്ന തിരിച്ചറിവ് രാജ്യങ്ങൾക്കുണ്ടാകുന്നു. ഈ പരാജയം അമേരിക്കൻ പ്രസിഡന്റിന് നൽകുന്ന സന്ദേശം ലളിതമാണ്. പശ്ചിമേഷ്യയിൽ ആധിപത്യം സ്ഥാപിക്കുക എന്നത് പഴയതുപോലെ എളുപ്പമല്ല. മാറുന്ന ലോക സാഹചര്യങ്ങളിൽ ഇറാന്റെ കരുത്ത് അവഗണിക്കാൻ കഴിയില്ല. ഉപരോധങ്ങളും ഭീഷണികളും കൊണ്ട് മാത്രം ഒരു രാജ്യത്തെ കീഴടക്കാൻ കഴിയില്ലെന്ന് ചരിത്രം ആവർത്തിക്കുന്നു. ഹോർമുസ് കടലിടുക്കിലെ ഓളങ്ങൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല. അത് അമേരിക്കൻ പരാജയത്തിന്റെയും ഇറാനിയൻ വിജയത്തിന്റെയും കഥകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിൽ നിന്ന് ഇതിന്റെ കൂടുതൽ പ്രത്യാഘാതങ്ങൾ പുറത്തുവരുമെന്നത് തീർച്ചയാണ്.